എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി ടേസ്റ്റിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു മിൽക്ക് പുഡിംഗ് ആണ്. പുഡിംഗ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അത്രയും ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ ഒരു പുഡിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു പുഡിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 500 ml, അതായത് ഒരു 1/2 ലിറ്ററോളം പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പുഡിംഗ് ഒക്കെ റെഡിയാക്കുന്ന സമയത്ത് പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് പാൽ തന്നെ എടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. വെള്ളം ചേർക്കാതെ തന്നെ എടുക്കുക. അപ്പോൾ 1/2 ലിറ്റർ അളവിൽ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. പാലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര നമ്മുടെ ഒരു മധുരത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു 6 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കിയിട്ട് എടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം. ഇനി ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതൊരു 125 ml പാലുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഈ ഒരു കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമെന്നാണ് കേട്ടോ. ഈ ഒരു 2 എണ്ണം വെച്ചിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാം. ഒന്നെങ്കിൽ കോൺഫ്ലോർ ഇതുപോലെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടായിട്ട് കിടക്കുന്ന ഈ ഒരു പാലിലേക്ക് നമുക്ക് ഈ ഒരു മിക്സും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു മിക്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് നമ്മൾ ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും തന്നെ ചേർക്കുന്നില്ലല്ലോ. അപ്പം ഈ ഒരു കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുറുക്കിയിട്ടെടുക്കുക. ഇതിപ്പോൾ കണ്ടില്ല, ചെറുതായിട്ട് നമുക്കൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇതിലും കുറച്ചും കൂടി നമുക്കൊന്ന് കുറുകി കിട്ടണം. എന്നാൽ ഓവറായിട്ട് നമ്മൾ കുറുക്കിയെടുക്കുന്ന ഒരു പരിവായി പോകരുത്. അപ്പോൾ ഇതുപോലെ കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് കണ്ടില്ല, ഈ ഒരു പരുവത്തിന് നമ്മളൊന്ന് കുറുക്കിയിട്ടെടുക്കണം. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു പാകം. ഇതുപോലെ ഈ ഒരു പരുവായിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഈ ഒരു പുഡിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ബ്രെഡ് ആണ് കേട്ടോ. ബ്രെഡിൻ്റെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഒരു പുഡിംഗ് ട്രേ അനുസരിച്ചിരിക്കും. എനിക്ക് ടോട്ടൽ ഒരു 6 ബ്രെഡോളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഓരോ ബ്രെഡും എടുത്തിട്ട് മുറിഞ്ഞിട്ടുള്ള ഒരു 4 സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതുപോലെ 4ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് ഈ ഒരു പുഡിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് ഇതുപോലെ റോസ് സിറപ്പാണ് കേട്ടോ. റോസ് സിറപ്പ് നമുക്കിപ്പോൾ ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത്രയൊന്നും നമുക്ക് ഈ ഒരു പുഡിങ്ങിലേക്ക് ആവശ്യമില്ല. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ ഒക്കെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരത്തുള്ളൂ. ഇതിൽ കുറച്ച് ഏറെ തന്നെ ഒരു പാത്രത്തിലെടുത്ത് വെച്ചിരിക്കുന്നതെന്നുള്ള കേട്ടോ. ഇനി ഈ ഒരു പുഡിംഗ് നമ്മൾ ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത്? ഇതുപോലെ ഗ്ലാസ് ടൈപ്പ് പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു പുഡിംഗ് ട്രേ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് റോസ് സിറപ്പ് എടുത്തിട്ട് സൈഡിലേക്കൊക്കെ ആയിട്ട് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വളരെ കുറച്ച് മാത്രം ആ ഒരു കോൺഫ്ലോറിൻ്റെയും പാലിൻ്റെയും മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഗ്യാപ്പില്ലാതെ നേരത്തെ നമുക്കൊരു ബ്രെഡ് ഒന്ന് അടുക്കി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കുമ്പോൾ പാലിലൊന്നും സോക്ക് ചെയ്തിട്ട് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു പുഡിംഗ് സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു പാലിൻ്റെ റോസ് സിറപ്പിൻ്റെ ഒക്കെ ഒരു മിക്സ് നന്നായിട്ട് അതിൽ കുതിർന്ന് വന്നോളൂ കേട്ടോ. ഇനി അഥവാ ബ്രെഡിന് പകരം നിങ്ങൾ റസ്ക് ഒക്കെയാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ പാലൊന്ന് ചൂടാക്കി അതിൽ ജസ്റ്റ് ഒന്ന് മുക്കിയതിന് ശേഷം വേണമെങ്കിൽ വെച്ച് കൊടുത്ത് കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ ഒട്ടും തന്നെ ഗ്യാപ്പില്ലാതെ ഇതുപോലെ ബ്രെഡ് ഒന്ന് അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഇതുപോലെ റോസ് സിറപ്പ് ഒന്ന് ഇതുപോലെ ചുറ്റിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു കോൺഫ്ലോറിൻ്റെ പാലിലേക്ക് ഒരു മിക്സ് ഇല്ലേ, അതിൻ്റെ പകുതി നമുക്കിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പകുതി നമ്മൾ മാറ്റി വെക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ തേങ്ങയാണ്. ഫ്രഷ് ആയിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്ത ഒരു കോക്കനട്ട് അല്ല, ഇതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ നമുക്ക് ഇതുപോലെ കുറച്ചിട്ട് കൊടുക്കാം. ഒരു 1-2 ടേബിൾ സ്പൂണൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ഒരു ലെയർ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു ബ്രെഡ് ഒട്ടും തന്നെ ഗ്യാപ്പില്ലാതെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 1-1.5 ടേബിൾ സ്പൂണോളം ആ ഒരു റോസ് സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ചുറ്റിച്ച്. പിന്നെ ബാക്കിയുള്ള ഒരു കോൺഫ്ലോറിൻ്റെ പാലിൻ്റെ ഒരു മിക്സ് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
ഫുള്ളായിട്ട് തന്നെ ഒരു കോൺഫ്ലോറിൻ്റെ പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതിൻ്റെ മുകളിലേക്കും കൊണ്ട് ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മളൊരു പുഡിങ് കഴിക്കുന്ന സമയത്ത് കിട്ടുമ്പോൾ. അപ്പം ഈ ഒരു പുഡിങ് ഇത്രയും മാത്രമായിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുത്ത് നന്നായിട്ട് സെറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി നമുക്ക് നല്ല ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ ലെയറായിട്ട് ക്രീമും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നല്ല തണുപ്പുള്ള ഒരു 3/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ പറയുന്ന കപ്പിൻ്റെ അളവ് 250 ml കപ്പാണ്. അതിൽ 3/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ മിക്സിയിൽ വേണമെങ്കിൽ ഇത് ബീറ്റ് ചെയ്തിട്ട് എടുക്കാമെന്നാണ് കേട്ടോ ഈ ഒരു ക്രീം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീമിന് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. ഇനി നിങ്ങൾ എടുക്കുന്നത് മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചിട്ട് നമ്മുടെ ആ ഒരു മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ക്രീം ഇതുപോലെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ക്രീം ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ ലെയറായിട്ട് ഇതിൽ നമുക്ക് ഫുള്ളായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലേ ക്രീം നന്നായിട്ട് തന്നെ ഞാനൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം, നന്നായിട്ടൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് ആണ് കേട്ടോ വെക്കുന്നത്. ഇനി ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് മാത്രം ആ ഒരു റോസ് സിറപ്പ് കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരുപാടൊക്കെ കുഴഞ്ഞ ഒരു പരുവത്തിലിരിക്കരുത്. ഇതുണ്ടല്ലോ ഈ ഒരു പാകത്തിന് വേണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു ക്രീമൊക്കെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്കതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാനാണ്. ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ കത്തി കൊണ്ട് ഞാനൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മളൊന്ന് വരഞ്ഞെടുത്തതിന് ശേഷം ആ ഒരു വര ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ല നമ്മളൊരു റോസ് സിറപ്പായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് ഒരു വര ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്യാപ്പിലെല്ലാം നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇതുപോലെ പിസ്തയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല ഇതുപോലെ നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവർനൈറ്റ് ആണ് കേട്ടോ ഞാൻ ഈ ഒരു പുഡിങ് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല ഈ ഒരു പുഡിങ് നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനിത് നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊണ്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു റോസ് സിറപ്പിൻ്റെ ഫ്ലേവറിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു മിൽക്ക് ബ്രെഡ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു റോസ് സിറപ്പിൻ്റെ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ ഒരു പാലിൻ്റെയും പിന്നെ നമ്മളിതിലേക്ക് ബ്രെഡും ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഒരു ക്രീമും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പുഡിങ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.